ചാനൽ ഇതിൽ ചിപ്പി ബ്ലോഗ്സ്. ഈ ഒളിച്ചിരിക്കുന്നത് എൻ്റെ പുത്രൻ. അവന് നാണം. എടക്കള്ള ഇങ്ങോട്ട് നോക്കടാ. ഇന്ന് ഞാൻ ഒരു ദിവസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. ഇവൻ്റെ സ്കൂളിൽ പോകണം, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് അങ്ങോട്ട് പോകണം, അങ്ങനെ കുറച്ച് പിന്നെ തുടരും സിനിമ കാണണം. അപ്പം നിങ്ങൾ ചോദിക്കും തുടരും സിനിമ കാണാൻ ഇച്ചിരി ലിപ്സ്റ്റിക് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നു. കുഴപ്പമില്ല, ഇച്ചിരി കളർ കൂടി പോയി, കുഴപ്പമില്ല. തുടരും സിനിമ കാണാൻ അവിടെ കാണാനൊന്നും സ്ഥലമൊന്നുമില്ല. തിരുവല്ലയിലാണ് ഞാൻ ജീവിക്കുന്നത്, താമസിക്കുന്നു എന്നെങ്കിലും സിനിമ കാണാൻ 8 കിലോമീറ്റർ താണ്ടി പോകണം. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകണത് ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ തുടരും കാണണം. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഈ വീഡിയോ നമുക്ക് വഴിയെ കാണാം. ഹായ് പറ. ഹായ്. അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും പറ. എൻ്റെ അമ്മയുടെ ചാനൽ എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. പറയടി ചുണ്ടി പെണ്ണി. എന്തിനാ? അപ്പം ബാക്കി അങ്ങനെ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് കുഞ്ഞൊരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ട്. കേശു പിന്നെ സ്വന്തം കട കണക്കാണ് എല്ലാ കടയിലും കയറി അങ്ങനെ നിരങ്ങുന്നത്. അങ്ങനെ കയറി നിരങ്ങുക. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. കൊടുക്കാതെ പോകാൻ പറ്റൂലല്ലോ. ആക്ച്വലി ഇന്നലെ മേടിക്കേണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇന്നലെ സമയം കിട്ടിയില്ല. ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 മണിയായി. പിന്നെ ഷോപ്പുകളെല്ലാം അടച്ചായിരുന്നു. ഞാൻ ഇപ്പം ഇന്ന് രാവിലെ വെളുപ്പിനാണ് ഞാൻ ഇവിടെ എത്തിയത്. 5:30 വെളുപ്പിനല്ല, 5:30 ഇറങ്ങി 8 മണിയായപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഷോപ്പൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ കാർഡ് എടുക്കത്തില്ല, പിന്നെ ഞാൻ അല്ലാതെ പൈസ കൊടുത്തൊരു കുഞ്ഞൊരു ഉടുപ്പ് മേടിച്ച്. അപ്പം ഞാൻ ഒരാളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഞാൻ വന്നപ്പം 7:30 മണിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഞാൻ 8:30 മണിയാകുമ്പോൾ റെഡിയായി നിൽക്കണമെന്ന്. ഇത്രയും ഇപ്പം സമയം 9:45. അവിടെ കൊച്ചിൻ്റെ പേരിടയിൽ കഴിഞ്ഞാലും അവളിവിടെ എത്തത്തില്ല. ആരാണെന്നല്ലേ, ആനു. ഇപ്പം വരും തമ്പുരാട്ടി. നോക്കാം. അയ്യേ, വീഡിയോ ഓണാക്കിയില്ലായിരുന്നു. വന്നിട്ടുണ്ട് കേട്ടോ, അനുപമ വന്നിട്ടുണ്ട്. ഇനി വേറൊരാളും കൂടെ ആയിട്ട് കാണിച്ചു തരാം. വണ്ടി മുന്നോട്ട് നീക്കട്ടെ. പണ്ടൊക്കെ സാഹസികതകളാണെന്നറിയോ. ഇതാണ് വാവച്ചി. അനുവിൻ്റെ അനിയത്തി, എൻ്റെ അനിയത്തി തന്നെ. അവള് കുളിച്ചൊന്നുമില്ല, ഉറക്കത്തിൽ ഞങ്ങൾ അവിടെ പോയിട്ട് കാണാം. കേശുമ്മ ഓടിക്കറി വാ. എനിക്ക് വിശക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷ്ണയുടെ വീട്ടിൽ എത്തി. ഇനി ഇവിടെ അല്ലേ, ഇവിടെ തന്നെ നോക്കാം. അവിടെ ചടങ്ങ് കഴിഞ്ഞു. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. പേരിടാൻ പോണ കൊച്ചിന്. അതിപ്പോ ചിരിക്കുന്നു. കണ്ണി പെണ്ണ് പേരിട്ടോടിക്കേ. പേര് മാറ്റുകയാണ്. അയ്യോ എല്ലാം
കാൽവിനോ സിയാര. പേരിന്റെ അർത്ഥവും കൂടെ അനീസെ, അർത്ഥവും കൂടെ. നാടാണോ? ഓ എനിക്ക് വയ്യ. കണ്ടോ കൊച്ചിന്റെ കുഞ്ഞു ഉടുപ്പ് കാണീര്. അച്ഛനും അമ്മയ്ക്കും ഉടുപ്പ് തെച്ചത് അമ്മമ്മ. അത് അവൾ ഇട്ട് കൊടുക്കും. വല്യമ്മ ഇട്ട് കൊടുക്കും. വല്യമ്മ അടിപൊളി. കൊച്ചിനെ കൊണ്ട് അമ്മേന്ന് വിളിപ്പിക്കോ മമ്മീന്ന് വിളിപ്പിക്കോ? അതെന്തടി? അതെന്താ അങ്ങനെ? ഓ അതുകൊണ്ട് ഷിയാരയുടെ അമ്മയും അച്ഛനും അല്ല കുക്കമ്മ. എന്റെ വിഷ്ണക്കുട്ടി നമ്മള് ഒരുമിച്ചാണ് ജോലി ചെയ്തോണ്ടിരുന്ന. ഇപ്പൊ അവള് വേറൊരു ജോലിയിലാണ്, കുഞ്ഞിനെ നോക്കാനുള്ള ജോലി എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് പോണം കേട്ടോ. ഞാനും ഉണ്ട്. ഇവിടെ ഞാൻ കളഞ്ഞതായിട്ട് ഇടയിൽ ഞാനാണ് മെയിൻ ആളിതില്ല. എന്റെ സുന്ദരി ബേബി കൊള്ളാം. ബേബിയെ കണ്ടാ മക്കള് എടുത്തിട്ടോ. മോളുണ്ട്. അത് എപ്പോഴും നമ്മള് പറയുന്നുണ്ട് മോളുണ്ടാ. ബേബിയാണോ ഇത്? പൊന്നെ തല നിറഞ്ഞിരിക്കുന്നു. ചേട്ടൻ ഒരു ആന്റി. ഇവള് മുതൊക്കെ എന്താ ആന്റി? ആന്റി അനൊന്നും മിണ്ടായില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ. ആ ഓ ഓ ഒന്നിനെ ഞാൻ വളർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നേട്ടാ. ബേബി പൊന്നോളെ പൊന്നോട് ചൊക്കൊരു പെണ്ണ്. മോളുണ്ടോ? ഇപ്പൊ മോളുണ്ട്. ഞങ്ങള് ചോറ് കഴിക്കാൻ ഷീബയാണ് ഞങ്ങൾക്ക് ചോറ് വിളമ്പുന്ന ഷീബമോൾ. ഞാനൊരു വ്ളോഗറാണടാ ചെറുക്ക. ഇതൾ ചിപ്പി കേറി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ആരായിട്ട് തോന്നുന്നു? ആ എന്റെ അനിയൻ. എന്റെ കൊച്ചടാ. ഇത് 30 വയസ്സുണ്ട്. ചുമ്മാ മലപോലെ പറയുന്നില്ലടാ, വീഡിയോ എടുക്കുന്നുണ്ട്. താങ്ക് യു. ചുമ്മാ പറഞ്ഞ അവൻ പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾ പോവുകയാണ്. കാവിനു ഷിനാരേനെ കണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് കാവിനു ഷിനാരയുടെ അമ്മുമ്മ. കണ്ട ചേച്ചി എന്ന് പറയും. അച്ഛൻ അമ്മച്ചി. ഞങ്ങൾ അങ്ങനെ ഇറങ്ങണം. ഓക്കെ ബൈ. ബൈ. ശരിയടാ. വലിയ വ്ളോഗർ പല്ലി കണ്ടിട്ടുണ്ട്.